ഇന്ന് നമ്മൾ എല്ലാവരും വളരെ സന്തോഷവാന്മാരായും സന്തോഷവതികളായും ഇരിക്കുന്ന ദിവസമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾക്ക് ജവാന്മാർ കഠിനാധ്വാനം ചെയ്ത് സൈനികർ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ശരിക്കും ഉറങ്ങുവാൻ സാധിക്കില്ല. നമുക്ക് പലവിധ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, ഒന്ന്, നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാർ അവർ ഇപ്പം ഏത് നിലയിലായിരിക്കും. അവിടെ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ വൈകുന്നേരങ്ങളിൽ സൈറൻ മുഴക്കി, നീണ്ട സൈറൻ മുഴങ്ങുമ്പോൾ ലൈറ്റുകൾ ഓഫാക്കുക എന്നതാണ്. നമുക്കും ആ നിർദ്ദേശങ്ങളും നമുക്ക് ആ മോക്ക് ഡ്രില്ലും ഒക്കെ ഇവിടെ ഉണ്ടായതാണ്. പലർക്കും അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. എങ്കിൽ പോലും ഇങ്ങനെ ഒരു സൈറൺ നമ്മുടെ ഭാഗത്തും മുഴങ്ങാൻ സാധ്യതയില്ലേ എന്ന് ചിന്തിക്കുന്നവരും എന്നെപ്പോലെ ഉണ്ടാവും. കാരണം നമുക്ക് തീർത്തും നമ്മൾ ഈ കേരളത്തിലല്ലേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു യുദ്ധ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കലാപ വഴിയിലേക്ക്, സംഘർഷ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു രാജ്യം, ശത്രു രാജ്യം പ്രത്യേകിച്ച്, എന്താണ് അവരുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തീർത്തും നിശ്ചയിക്കാനൊന്നും നോക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും വളരെ അലേർട്ടായിരിക്കണം. അതിനാണ് രാജ്യമെമ്പാടും മോക്ക് ഡ്രില്ല് സംഘടിപ്പിച്ചത് തന്നെ. നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം ഒരു പൗരൻ എന്ന നിലയ്ക്ക്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കാമെങ്കിലും നമ്മുടെ പൗരധർമ്മം, അല്ലെങ്കിൽ പൗരന്മാർ പാലിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അടിയന്തരാവസ്ഥകളിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഘർഷാവസ്ഥകളിൽ, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എത്ര സുശക്തമാണ്, അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അല്പമെങ്കിലും ഉറക്കം സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്താണ് നമ്മുടെ ഈ സുരക്ഷിതത്വത്തിന് അടിസ്ഥാനം? നമ്മൾ ഇതേവരെ രാജ്യത്തിൻ്റെ ശക്തിയുടെ 1/4 അംശം പോലും ആയുധങ്ങൾ പുറത്തെടുത്തിട്ടില്ല എന്ന വസ്തുത പല ചാനലുകളിൽ നിന്നും, പല വിദഗ്ധരുടെ ചാനലുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സത്യമാണ് എന്ന് നമുക്കും അറിയാം. കാരണം ഈ സൈനിക നടപടികൾ തുടങ്ങിയതിനെ കര, വ്യോമ, നാവിക സേനാധിപന്മാർ ഒരുമിച്ചിരുന്ന് നടത്തുന്ന മീറ്റിങ്ങുകളിൽ നമ്മളോട് പറയുന്നത് അവർ ഇതൊക്കെ തന്നെയാണ്. കാരണം അവർ വേണ്ടിയ ആവശ്യത്തിനുള്ള പ്രയോഗങ്ങളെ ഇപ്പോൾ നടത്തിയിട്ടുള്ളൂ. അങ്ങേയറ്റം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആയുധങ്ങളൊന്നും നമ്മുടെ ആയുധപ്പുരയിൽ തന്നെയുണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയ കാര്യം, അവരുടെ ആയുധപ്പുരയിലെ പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ അവർ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. കാരണം അവർക്ക് മുൻപിൽ നോക്കാനൊന്നുമില്ല എന്ന ഒരു വസ്തുത ഇതിനോടകം എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. ലോകരാജ്യങ്ങൾക്കുൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. അവരുടെ ഭരണാധിപന്മാർ പറയുന്ന അനുസരിക്കുന്ന ശീലമല്ല അവിടെ സൈന്യത്തിനുള്ളത്. പ്രത്യേകിച്ച് സൈന്യം തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന, IS-ന്റെ വളർത്തു കേന്ദ്രം എന്ന് വിളിക്കുന്ന എന്നറിയപ്പെടുന്ന തുർക്കി പോലുള്ള രാജ്യങ്ങൾ ആണ് അവരുടെ ഇടപെടലുകൾ നടത്തുന്നത്. സൈന്യത്തോട് ചേർന്ന് തുർക്കിയുടെ കപ്പലും അവിടെ ചെന്ന് അവരെങ്ങനെ ഓപ്പറേഷൻ നടത്തുന്നോ ഒരു തീവ്രവാദ പ്രവർത്തനം, അതേ രീതിയിൽ തന്നെ സൈന്യം നിലപാടുകളും ഇല്ലാതെ യുദ്ധ നിയമങ്ങളോ ഒന്നും അനുസരിക്കാതെ തന്നെയുള്ള പ്രവർത്തനങ്ങളും യുദ്ധരീതികളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയമേ ഉള്ളൂ. ഏത് സമയത്തും ഒരു ബോധമില്ലാത്ത രീതിയിൽ അവർ, എന്നാൽ ദിശാബോധത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്ന നിലയിലാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ ഡിഫൻസീവ് സിസ്റ്റം, നമ്മുടെ പ്രതിരോധ സംവിധാനം വളരെ സുശക്തമാണെന്നുള്ളത് ഇതുവരെ അവർക്ക് ബോധ്യമായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് ബോധ്യമാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിലൊന്നാണ് നമ്മളിപ്പോൾ പറയുന്ന വിഷയം. കാരണം നമ്മുടെ രാജ്യം കാക്കാൻ നമ്മൾ ഏറ്റവും നമ്മുടെ ആയുധപ്പുരയിൽ, അല്ലെങ്കിൽ നമ്മുടെ സന്നാഹമായി വെച്ചിരിക്കുന്ന സാധനമെന്ന് പറയുന്നത് S-400 ട്രയംഫ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. അതെന്താണെന്നാണ് നമ്മൾ ടെക്നിക്കലി കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. എങ്കിൽ പോലും ചെറിയൊരു കാര്യം നമുക്ക് ബോധ്യം വരുത്തേണ്ടതുണ്ട്. ഈ ഒരു സംവിധാനം നമുക്കുള്ളതുകൊണ്ട് ആ ഒരു സംവിധാനത്തിലാണ് നമ്മുടെ സുരക്ഷ, നമ്മുടെ രാജ്യം കാത്തുരക്ഷിച്ചു പോകുന്നത്. അവരുടെ നീക്കങ്ങളെ അറിഞ്ഞ് അങ്ങോട്ട് ദിശയിൽ നമ്മുടെ ആയുധങ്ങൾ പായിച്ച്, മിസൈലുകൾ പായിച്ച് അത് തകർക്കാൻ സാധിക്കുന്നത് ഈ ഒരു സംവിധാനമുണ്ട്. S-400 ട്രയംഫ് മിസൈൽ പ്രതിരോധ സംവിധാനം ഭാരതത്തിൻ്റെ ട്രയംഫ് പ്രതിരോധ സംവിധാനം തന്നെയാണ്. S-400 എന്ന റഷ്യൻ നിർമ്മിത മിസൈൽ പ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം തകർത്തത്. സുദർശന ചക്രം എന്നാണ് നാം ഇട്ടിരിക്കുന്ന ഒരു പേര്. മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള സർവ്വസംഹാരിയായ ചക്രമാണ് സുദർശന ചക്രം. എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭൂമിയിൽ നിന്നോ വാഹനങ്ങളിൽ നിന്നോ ആകാശത്തേക്ക് തൊടുക്കാൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകൾ അടങ്ങിയ പ്രതിരോധ സംവിധാനമാണ്. അപ്പോൾ റഷ്യയുടെ അൽമോസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോയാണ് ഇത് വികസിപ്പിച്ചത്. ശത്രുക്കളുടെ മിസൈലുകളും വിമാനങ്ങളും ഡ്രോണുകളും കണ്ടെത്തി അവയെ പിന്തുടർന്ന് നശിപ്പിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇവ. ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ വരെ ഇവ തകർക്കും. ഇത്തരം 5 യൂണിറ്റുകൾ വാങ്ങാൻ 2018 ഭാരതം റഷ്യയുമായി കരാറിൽ ഒപ്പിട്ടത്. $5.43 ബില്യൺ
അതായത് 35,000 കോടി രൂപ കരാറാണ്. ഉപരോധം ഏർപ്പെടുത്തുമെന്ന US ഭീഷണി തള്ളിയാണ് ഭാരതം ഇത് വാങ്ങിയത്. 2021 മുതൽ റഷ്യ ഇത് ഭാരതത്തിന് നൽകി വരുന്നു. US ഉപരോധമായിരുന്നു നമുക്ക് മെയിനായിട്ടുണ്ടായിരുന്നത്. അമേരിക്ക അന്ന് ഇതിനെ എതിർത്തിരുന്നു, പക്ഷെ നമ്മളത് വാങ്ങി. 2021 മുതൽ റഷ്യ ഇത് ഭാരതത്തിന് നൽകി വരുന്നു. ഇത്തരം സ്ക്വാഡ്രണുകളാണ് ഇപ്പോൾ ഭാരതത്തിലുള്ളത്. അതായത് മിസൈൽ ലോഞ്ചറുകളും റഡാറുകളും നിയന്ത്രണ സംവിധാനങ്ങളും അടക്കം ഉൾപ്പെടുത്തിയ 16 വാഹനങ്ങളാണ് ഒരു യൂണിറ്റിൽ. അകലെ നിന്നുള്ള ഭീഷണി വരെ ചെറുക്കും. ശത്രു സംവിധാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ള 4 തരം മിസൈലുകളാണ് ഒരു യൂണിറ്റിൽ. ഓരോന്നും 4 വീതം. ഇത്തരം ഒരു യൂണിറ്റ് ബംഗാളിലെ സിരിഗുഡി എന്ന് പറയുന്ന ഇടനാഴിയിലാണ്. ഒന്ന് പത്താൻകോട്ടിലും ചൈനയ്ക്കും പാകിസ്ഥാനും എതിരെ ആണിവ വിന്യസിച്ചിരിക്കുന്നത്. ഒരെണ്ണം രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തികളിൽ. ഇങ്ങനെ 4 യൂണിറ്റുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. 4 ഇവയിലെ മിസൈലുകളാണ് ഇന്നലെ പാക് ആക്രമണം തടഞ്ഞത്. ഒരേ സമയം 300 ശത്രു ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിയും. ഒരേ സമയം 30 എണ്ണത്തെ നിർവീര്യമാക്കാനും സാധിക്കും. 30 മീറ്റർ മുതൽ 30,000 മീറ്റർ ഉയരത്തിൽ നിന്നുവരെ ശത്രു ലക്ഷ്യം തകർക്കാം. 360 ഡിഗ്രിയും തിരിയുന്ന റഡാറുകളാണ് ഇവയിലുള്ളത്. ഇതാണ് നമ്മുടെ ഫോറസ് 400 ട്രയംഫ് മിസൈൽ പ്രതിരോധ സംവിധാനം അഥവാ സുദർശന ചക്രം എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സുദർശന ചക്രം നമ്മുടെ കയ്യിലുള്ളിടത്തോളം അതിൻ്റെ ചൂട് അറിഞ്ഞു. ഈ സുദർശന ചക്രത്തിൻ്റെ ചൂട് അറിഞ്ഞു എന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണത്തിൽ. പക്ഷേ അത് ഇതുവരെ നമ്മൾ പൂർണ്ണമായിട്ടും പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ശേഷി അവർക്ക് മനസ്സിലായിട്ടുണ്ട് പാകിസ്ഥാന്. ഇപ്പം അവസാനമായി അറിയുന്നത് പാകിസ്ഥാനിലെ അവരുടെ ഏറ്റവും മികച്ച 2 വ്യോമത്താവളം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അതിലാണ് പാകിസ്ഥാൻ പാഠം ഉൾക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഭരണകൂടത്തിനും ബോധ്യമായി, സൈന്യത്തിനും അറിയാം അവിടെ വൻ നാശനഷ്ടങ്ങൾ വിതച്ചു. അതിനുശേഷമാണ് അവർ കരഞ്ഞ് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ തന്നെ അവരുടെ പ്രധാനമന്ത്രി വളരെ വിഷണ്ണനായി സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവർ മറ്റുള്ള രാജ്യങ്ങളോടെല്ലാം സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും അതിന് തയ്യാറാകില്ല. ആര് പറഞ്ഞാലും ഭാരതം കേൾക്കണമെന്നില്ല. അപ്പോൾ അവർ കണ്ട ഒരു ഉപാധി എന്ന് പറയുന്നത് അമേരിക്ക നല്ല ഒരു സുഹൃത്ത് രാജ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് ഫോൺ സംഭാഷണത്തിലൂടെ അഭ്യർത്ഥിക്കുകയും അതുപോലെ സേനാ തലവൻ ഈ അമേരിക്കയിലേക്ക് നേരിട്ട് പുറപ്പെട്ട് അവിടെ ചെന്ന് സംസാരിച്ചു എന്നാണ് അറിയുന്നത് അമേരിക്കൻ ഭരണകൂടമായി. പിന്നീട് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത് പല ചാനലുകളിൽ നിന്നും. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അദ്ദേഹം ഇന്ത്യ നല്ലൊരു സുഹൃത്ത് കൂടിയാണ്. ഡൊണാൾഡ് ട്രംപിനെ കൂടാതെ ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്ത് കൂടിയാണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ വംശജയായ സ്ത്രീയെയാണ്, ഹൈന്ദവ സ്ത്രീയെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവർ കുടുംബസമേതം ഇവിടെ ഇന്ത്യയിൽ വന്ന കുംഭമേള പോലുള്ള രാമജന്മഭൂമി പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നല്ല ദോസ്ത് എന്ന നിലയിൽ അദ്ദേഹമാണ് ഇന്ത്യയോട് നമ്മുടെ പ്രധാനമന്ത്രിയോട് സംസാരിച്ചത് എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും അതിനുശേഷം നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ അതൊന്നും പ്രതിപാദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായും പറയുന്നത് അവരുടെ ഭരണകൂടം നമ്മളോട് അഭ്യർത്ഥിക്കാതെ ഒരു വെടിനിർത്തലിന് നമ്മൾ തയ്യാറാവില്ല എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായും അത് ഉപദേശിച്ചിട്ടുണ്ടാവണം. അതനുസരിച്ച് അവിടുത്തെ ഭരണകൂടം പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ നമ്മുടെ ഭരണകൂടവുമായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ സംസാരിച്ചിട്ടുണ്ടാകണം വെടിനിർത്തലിന്. അപ്പോൾ താൽക്കാലികമായി വെടിനിർത്താം എന്നുള്ള ഒരു സമ്മതത്തിൽ ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെടിനിർത്തിയത് എന്നറിയുന്നു. അതിനുശേഷം ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുവാൻ ട്രംപ് എന്ന് പറയുന്ന ബിരുദനായ അമേരിക്കൻ പ്രസിഡന്റ് ഉടൻ തന്നെ എക്സിൽ കുറിക്കുകയും TV ചാനലുകളോട് പറയുകയും അത് ചെയ്തിരിക്കുന്നു. അദ്ദേഹമാണ് ഇടപെട്ട് വെടിനിർത്തൽ ഇന്ത്യയെ കൊണ്ട് സമ്മതിപ്പിച്ചതെന്ന്. അതെന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ അങ്ങനെ അമേരിക്ക പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന സ്വഭാവമൊന്നും നമ്മുടെ ഭാരതത്തിനില്ല, ഇന്ന് ഭരിക്കുന്ന ഭരണകൂടത്തിനില്ല. അതിന് ഉത്തമമായ ഉദാഹരണം ഇതിനു മുമ്പ് ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ സംവിധാനം ഇന്ത്യയുടെ വാങ്ങുന്ന സമയത്ത് അത് റഷ്യയുടെ ചേർന്നുള്ള സംരംഭമാണ്. അത് ഏറ്റവും സുശക്തമായ ഈ മിസൈൽ, ഇന്ത്യയുടെ 1000 കിലോമീറ്റർ വരെ ശേഷിയുള്ള ഈ മിസൈൽ ഇന്ത്യ വാങ്ങുമ്പോൾ അന്ന് US അത് വാങ്ങരുത് എന്ന് ഭാരതത്തോട് പറയുകയും എട്ടൻ മനോഭാവം ചമയുവാനൊക്കെ ശ്രമിച്ചതാണ്. അന്ന് നരേന്ദ്രമോദി ഭരണകൂടവും നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കലും അത് ചെവിക്കൊണ്ടില്ല. ബ്രഹ്മോസുമായി കരാർ ഒപ്പിട്ട് നമ്മൾ ആ പേര് നിശ്ചയിക്കുകയും സംയുക്തമായിട്ടുള്ള ഈ ഒരു സംരംഭം, ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ സംവിധാനം സുശക്തമാണ്. അതിൻ്റെ ചൂട് അവർ കഴിഞ്ഞ ദിവസം അറിഞ്ഞിരിക്കുന്നു എന്നറിയുന്നു. അങ്ങനെയാണ് വ്യോമത്താവളങ്ങൾ തകർക്കുവാൻ സാധിച്ചത്.
അപ്പോൾ എന്തായാലും അവിടുത്തെ ഭരണകൂടം അടിയറ പറഞ്ഞിരിക്കുന്നു. അവർ ഇപ്പോൾ പലരും അബ്സ്കോണ്ടഡ് ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ ഭരണം തന്നെ നിയന്ത്രിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ സൈന്യവും തുർക്കിയുടെ ഭീകരന്മാരും ചേർന്നാണ് നിശ്ചയിക്കുന്നത് അവിടെ എന്ത് നടക്കണമെന്ന്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇമ്രാൻഖാൻ ഭരണകൂടത്തെ താഴെ ഇറക്കിയാണ് പട്ടാള ഭരണം അവിടെ വന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇമ്രാൻഖാൻ ജയിലിലാണ്. അദ്ദേഹം ഇപ്പോൾ ഭീതിയിലാണ്. അദ്ദേഹത്തെ വകവരുത്തുവാൻ അവരുദ്ദേശിക്കുന്നു സൈന്യം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം അവരുടെ സൈന്യം നിശ്ചയിക്കുന്നവരാണ് അവിടെ ആരാ ഭരിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. അത് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതായാലും സൈന്യത്തിന് ബോധ്യമായില്ലെങ്കിൽ അതിനെ താഴെയിറക്കുകയും പുതിയ ഭരണകൂടത്തെ അവരോധിക്കുകയെന്ന് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പാകിസ്ഥാനിലും ഒക്കെ. അപ്പോൾ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ഇന്ന് ഒരു ഭീകര സംഘടനകളുടെ അല്ലെങ്കിൽ ഭീകരരെ വളർത്തുന്ന രാജ്യങ്ങളുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ് എന്ന് തന്നെ പൂർണ്ണമായും ബോധ്യമാകുന്ന സംഭവവികാസങ്ങൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ വ്യോമസേനാ മേധാവി തന്നെ പുറത്തുവിട്ട വീഡിയോ ക്ലിപ്പിങ്ങിൽ പറയുന്നു. ഇതിനു മുമ്പ് നടന്ന പുൽവാമ ആക്രമണം നമ്മുടെ 40 സൈനികരെ വകവരുത്തിയ ആ ഒരു ദാരുണമായ സംഭവം അവരെ അറ്റാക്ക് ചെയ്തത് അവരുടെ പങ്ക് വ്യക്തമാണ്. പാകിസ്ഥാൻ സൈന്യമാണ് അറിഞ്ഞുകൊണ്ടാണ് ആസൂത്രണം ചെയ്തത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ ബോധ്യമാകുവാൻ കഴിയുന്നത് പാകിസ്ഥാൻ സൈന്യം തന്നെ സ്പോൺസർ ചെയ്യുന്ന പരിപാടികളാണ്, അല്ലെങ്കിൽ ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത്. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നോ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നോ വന്നാൽ പൊറുക്കില്ല. നമ്മൾ അവരുടെ രാജ്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന അയൽരാജ്യം ഭൂപടത്തിൽ പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാൻ. അതുപോലെ ഛിന്ന ഭിന്നമാകും എന്ന് തന്നെ മനസ്സിലാക്കുവാൻ അവർക്ക് ബുദ്ധി നൽകട്ടെ. എന്തായാലും നമ്മുടെ രാജ്യം സുശക്തമായ നിലയിലാണ്. ആരും അത് വിചാരിച്ച് ഉറക്കം കെടുത്തേണ്ട. നമ്മുടെ ജവാന്മാർക്കും നമ്മുടെ ഭരണകൂടത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥന എന്നും നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ജയ് ജവാൻ, ജയ് ഭാരത് മാത.